നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടിട്ടില്ല. ഹമാസ് ഇറക്കിയ വാർത്താക്കുറിപ്പ് കണ്ട് മൊസാദ് ആദ്യമൊന്ന് ഞെട്ടി, പിന്നീട് കൂട്ടച്ചിരി. ഹമാസിന്റെ രോദനമാണ് ഈ കുറിപ്പ്. ഇറാനിൽ കയറി ഹനിയയുടെ തലയെടുത്ത് മൊസാദ് വിജയാഹ്ലാദം നടത്തിയപ്പോൾ ഹമാസ് തലവൻ യഹ്യ സിൻവർ അടിയേറ്റിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഹമാസ് കുറിപ്പിട്ടത്. പരമകാരുണികനും കരുണാമയനുമായ ദൈവത്തിന്റെ നാമത്തിൽ, അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നവർ മരിച്ചവരാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മറിച്ച് അവർ തങ്ങളുടെ രക്ഷിതാവിങ്കൽ ജീവിച്ചിരിക്കുന്നവരാകുന്നു. ഇതാണ് ഹമാസിന്റെ പ്രഖ്യാപനം. ഹനിയ മരിച്ചിട്ടില്ല, ഹനിയ മരിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് സ്വയം സമാധാനിക്കുകയാണ് ഹമാസ്. നാം ദൈവത്തിൻ്റെതാണ്, അവനിലേക്ക് തന്നെ മടങ്ങും. ഇതൊരു പോരാട്ടമോ വിജയമോ രക്തസാക്ഷിത്വമോ ആണ്. സഹോദരൻ, നേതാവ്, രക്തസാക്ഷി മുജാഹിദ് ഇസ്മായിൽ ഹനിയ, നീ ജീവിക്കും ഞങ്ങളിലൂടെ, ഞങ്ങൾ നടത്തുന്ന പോരാട്ടങ്ങളിലൂടെ. നിന്റെ മരണത്തിന് കാരണക്കാരായവരെ വെറുതെ വിടില്ല. അവരുടെ സമാധാനം കെടുത്തും, അവരുടെ ജനത്തെ കൊന്നൊടുക്കും. ഈ യുദ്ധം ഇതാ ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് ഹമാസിന്റെ പ്രഖ്യാപനം. ഹനിയ കൊല്ലപ്പെട്ടതോടെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് അറബ് രാജ്യങ്ങൾ. ഹിസ്ബുള്ളയും ഹൂതി വിമതരും മാളത്തിലൊളിച്ചു. ഇറാന്റെ മടയിൽ കയറി തലവനെ തീർത്ത ഞെട്ടലിൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി. നിരവധി പേർ ഹനിയയുടെ മരണത്തിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. സഹോദരൻ ഹനിയയുടെ ഈ കൊലപാതകം ഹമാസിന്റെയും നമ്മുടെ ജനങ്ങളുടെയും ഇച്ഛാശക്തിയെ തകർക്കാനുള്ള നീക്കമാണ്. ഈ ചതിക്ക് മറുപടി കൊടുക്കണം. സയനിസ്റ്റ് ഭരണകൂടം അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ പരാജയപ്പെടുമെന്ന് ഞങ്ങൾ വ്യക്തമാക്കുന്നു. ഹമാസ് ഒരു ആശയവും സ്ഥാപനവുമാണ്, വ്യക്തികളല്ല. ത്യാഗങ്ങൾ വകവയ്ക്കാതെ ഹമാസ് ഈ പാതയിൽ തുടരും. വിജയത്തിൽ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടെന്ന് മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥൻ സമി അബു സുഗുരി പറയുന്നു. ഹനിയയുടെ രക്തസാക്ഷിത്വം ടെഹ്റാനും പലസ്തീനും തമ്മിലുള്ള ആഴമേറിയതും അഭേദ്യവുമായ ബന്ധം ശക്തിപ്പെടുത്തും, കനാനി പറയുന്നു. ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയയാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. ഈ കൊലപാതകം പലസ്തീൻ ചെറുത്തുനിൽപ്പിനും ഹമാസിനും മാത്രമല്ല, ഇറാനെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. ഇസ്രയേൽ തകർച്ചയുടെ വക്കിലാണ്. അവർക്ക് ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള കഴിവില്ലായ്മയും പ്രതിഫലിപ്പിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് ഇസ്രയേൽ ഇത്തരമൊരു പ്രതിരോധം നേരിടുന്നത്. ഹമാസ് അവരെ വളഞ്ഞു കഴിഞ്ഞുവെന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് നാസർ കനാനി പ്രതികരിച്ചു. കൊലപാതകത്തെ ശക്തമായി അപലപിച്ച് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ഭീരുത്വം നിറഞ്ഞ പ്രവൃത്തിയും അപകടകരമായ സംഭവവികാസവും എന്ന് വിശേഷിപ്പിച്ചതായി ഔദ്യോഗിക വഫ വാർത്താ ഏജൻസിയുടെ പ്രസ്താവനയിൽ പറയുന്നു. ഇസ്രയേൽ അധിനിവേശത്തിന് മുന്നിൽ ക്ഷമയോടെയും സ്ഥിരതയോടെയും ഒന്നിക്കണമെന്നും പ്രസിഡന്റ് പലസ്തീനോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇത് തികച്ചും അസ്വീകാര്യമായ രാഷ്ട്രീയ കൊലപാതകമാണ്. ഇത് കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് നയിക്കുമെന്ന് മിഖായേൽ ബൊഗ്ദാനോവ്, റഷ്യയുടെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി, പ്രതികരിച്ചു. ഇസ്മായിൽ ഹനിയയെ ലക്ഷ്യം വയ്ക്കുന്നത് ഹീനമായ തീവ്രവാദ കുറ്റകൃത്യവും നിയമങ്ങളുടെയും ആദർശ മൂല്യങ്ങളുടെയും നഗ്നമായ ലംഘനവുമാണെന്ന് യമനിലെ ഹൂതി സുപ്രീം റവല്യൂഷണറി കമ്മിറ്റിയുടെ തലവൻ മുഹമ്മദ് അലി അൽ ഹൂത്തി പറഞ്ഞു. ഹനിയയുടെ കൊലപാതകം ഇസ്രയേലിലെ നെതന്യാഹു സർക്കാരിന് സമാധാനം കൈവരിക്കാൻ ഉദ്ദേശമില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ്, തുർക്കി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഇസ്രയേലിനെ തടയാൻ അന്താരാഷ്ട്ര സമൂഹം നടപടി സ്വീകരിച്ചില്ല എങ്കിൽ മേഖല വളരെ വലിയ സംഘർഷങ്ങൾ നേരിടേണ്ടി വരുമെന്നുമാണ് മുന്നറിയിപ്പ്. എന്നാൽ ഇസ്രയേൽ ഇതിനെല്ലാം മറുപടി കൊടുത്തത് ഇങ്ങനെയാണ്: ഈ മാലിന്യത്തിൽ നിന്ന് ലോകത്തെ ശുദ്ധീകരിക്കാനുള്ള ശരിയായ മാർഗമാണിത്. ഇനി സാങ്കല്പിക സമാധാനത്തിന് അല്ലെങ്കിൽ കീഴടങ്ങലിന് കരാറുകൾ ഒന്നുമില്ല. ഇനി കരുണയില്ല. സമാധാനവും അല്പം ആശ്വാസവും നൽകുകയും സമാധാനം ആഗ്രഹിക്കുന്നവരുമായി സമാധാനത്തോടെ ജീവിക്കാനുള്ള നമ്മുടെ അവകാശത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഉരുക്ക് കൈയാണ് അവരെ ആക്രമിക്കുന്നത്. ഹനിയയുടെ മരണം ലോകത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നു.